ഇത് കണ്ടോ, എന്റെ ഹസ്ബൻഡ് ഹോങ്കോങ്ങിൽ പോയപ്പോ കൊണ്ടുവന്നതാ. ഇതുപോലെ ഒരു 6 എന്റെ ഹസ്ബൻഡ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ പുള്ളിക്കാരന് ഇതിലൊന്നും വലിയ താല്പര്യമില്ല. വീഡിയോ, ക്യാമറ, വാച്ച് ഇതിലൊക്കെയാണ് ക്രേസ്. വീഡിയോയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. കഴിഞ്ഞ പ്രാവശ്യം മൂപ്പര് പാരീസിൽ പോയിട്ട് വരുമ്പോഴേ ഒരു 6 കാസറ്റ് കൊണ്ടുവന്നു. പക്ഷേ അതൊന്നും പിള്ളേരുടെ മുമ്പ് വെച്ചൊന്നും കാണാൻ ഒക്കില്ല. അതുകൊണ്ട് ഒരു വീഡിയോ വാങ്ങിച്ച് ഞങ്ങൾ ബെഡ്റൂമിൽ തന്നെ വെച്ചിരിക്കുക. ബാബു, നിനക്ക് ക്ലാസ്സിൽ പോണ്ടേ? ഇല്ല മമ്മി, എനിക്ക് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. ബൈ ബൈ. പെമ്പിള്ളേർക്ക് ഇവനെന്ന് വെച്ചാൽ ജീവനാ. എത്ര ഗേൾ ഫ്രണ്ട്സ് ആണെന്ന് അറിയാമോ? പക്ഷെ ഇവന്റെ ക്രേസ് മുഴുവനും കാറും ബൈക്കിലുമാ. 3 മാസത്തിന് മുമ്പ് ഒരു ബൈക്ക് വാങ്ങിച്ചു കൊടുത്തേ ഉള്ളൂ. ഇപ്പൊ അത് വേണ്ടാന്ന്. ഡാഡി കാറ് വേണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. ഉടനെ വാങ്ങിച്ചു കൊടുത്തൊരു ഡോൾഫിൻ. അയ്യ, ബോസ്കോ ആൻഡ് കമ്പനിക്കുള്ള ചെക്ക് അയച്ചോ? അത് ഇന്നലെ തന്നെ അയച്ചു സാർ. ഗുഡ്. ഒരു ദുഃഖമുണ്ട് സാർ. എന്താ? യൂണിവേഴ്സിറ്റി കോളേജ് പ്രിൻസിപ്പൽ സാറിന്റെ ഫ്രണ്ട് അല്ലേ? അതെ, അതിനാണോ ദുഃഖം? അല്ല സാർ, എന്റെ മകൻ ആദിശേഷനെ പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്തു. അവനെ തിരിച്ചെടുക്കാൻ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം സാർ. പഠിക്കാഞ്ഞിട്ടില്ലേ സസ്പെൻഡ് ചെയ്തത്? അല്ല സാർ, അവൻ നന്നായി പഠിക്കും. പിന്നെ അവന്റെ കൂട്ടുകാർ എന്തോ വികൃതി കാണിച്ചു. പ്രിൻസിപ്പൽ അവനെയും ചേർത്ത് പിടിച്ചു. ലുക്ക് ഹിയർ അയ്യ, കുട്ടികളെ വളർത്താൻ പഠിക്കണം. കൂട്ടുകെട്ടാണ് മനുഷ്യനെ ചീത്തയാക്കുന്നത്. എന്റെ മകനും അതേ കോളേജിലല്ലേ പഠിക്കുന്നത്. ഇന്ന് വരെ ഒരു കംപ്ലൈന്റും അവനെ പറ്റി എനിക്ക് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട്? ഞാൻ അവനെ അങ്ങനെയാണ് വളർത്തുന്നത്. യു ഗെറ്റ് മൈ പോയിന്റ്? പഴയ കൂട്ടുകെട്ടുകളെല്ലാം ഉപേക്ഷിച്ച് എന്റെ മകനെ പോലുള്ളവരുടെ ഫ്രണ്ട് ആകാൻ പറയണം. Hey, look there. ഏയ്, മൈൻഡ് ചെയ്ത് പോകണോ? ബാബു ക്ലാസ്സിൽ പോകണല്ലേ? എടോ, അവിടെ ഇരുന്ന് പഠിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് പഠിക്കാം. താൻ പോയിക്കോ. ബാബു നോക്ക്. കണ്ടില്ലേ, ഇവളാണ് എന്റെ വരയിൽ വീഴാത്ത പാർട്ടി. തനിക്കതിന് വരയിൽ വീണ പോരല്ലോ, കൊണ്ടുപോകണ്ടേ എങ്ങോട്ടെങ്കിലും? അല്ലാതെ ചുമ്മാ പ്രേമിച്ചാണ് എന്നിട്ട് നട കാര്യം. വീഴുന്നാണെ കൊത്തുക. കൊത്തി കാര്യം കഴിഞ്ഞാൽ ദൈവം പോലും അറിയാതെ തല ഊരുക. അതാ എന്റെ പ്രിൻസിപ്പിൾ. ഇന്നലെ ഉണ്ടല്ലേ, ഇന്നലെ ഇവിടെ മ്യൂസിക്കൽ നൈറ്റ്. അവരും തീരുമാനിക്കുന്ന പോലെ അങ്ങ് ആയിക്കോട്ടെ. ഇതാ കാണുന്ന പണി, അതാ പണി, ഇതാ പണി. ശരി, മോൻ പൊക്കോ. ഏയ്, ഇവിടം വരെ വന്നിട്ട് അമ്മാവന്റെ വീട്ടിൽ കയറാതെ പോകുന്നത് ശരിയാണോ? ഒരു തെറ്റുമില്ല, തിരക്ക് കാണും. മോൻ പൊക്കോ. എനിക്ക് ഒരു തിരക്കുമില്ല. അമ്മാവൻ വരും. എന്താ വാതിലേക്ക് അടച്ചിട്ടിരിക്കുന്നത്? ഇവിടെ ആരുമില്ലേ? ഉണ്ടല്ലോ ഉണ്ടല്ലോ. ഭാരതി, വാല് പറഞ്ഞോളൂ, വാല് പറഞ്ഞോളൂ. ഞാൻ വന്നു. ഹലോ, മകളാണോ? അല്ല, ഭാര്യ. ഓ, ഐ എം സോറി. ഇരിക്കൂ. താങ്ക് യു. എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ആ, ഇത് ബാബു, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വിനയന്റെ നേരെ അനിയൻ. ചേട്ടന് പരിചയം ഉണ്ടായിരിക്കും. ഇല്ല. വിനയം വളരെ തിരക്കുള്ള ആളല്ലേ, ഞാൻ വിളിച്ചോണ്ടൊന്നും ബുദ്ധിമുട്ടിക്കാറില്ല. ചേച്ചി, ഒരു ദിവസം ഞാൻ വിളിച്ചോണ്ട് വരാം. പക്ഷെ സദ്യ തരണം. ആ, പ്രധാന കാര്യം പറയാൻ മറന്നു. ചേട്ടന്റെ കല്യാണം ഉറപ്പിച്ചു. അമ്മാവന്റെ ഒപ്പം ചേച്ചിയും കല്യാണത്തിന് വരണം. കൊണ്ടുവരണം അമ്മാവ, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പിടിച്ചോണ്ട് പോകും. കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ? ഒന്നും വേണ്ട, ഞാൻ പിന്നീട് വരാം. അപ്പൊ കല്യാണത്തിന് കാര്യം മറക്കണ്ട കേട്ടോ. പറ്റേ അമ്മാവ? ആ, ഈ പാല് ആര് കുടിക്കാനാ? ചേച്ചിക്ക് കുടിക്കാൻ അമ്മ ഒഴിച്ചതായിരിക്കും. അതെന്താ ചേച്ചിക്ക് മാത്രം? നിനക്ക് വല്ലതും അറിയോ? കല്യാണം എന്ന് വെച്ചാൽ അതൊക്കെ വേണം. നമുക്ക് എടുത്ത് കുടിക്കാം. അമ്മ അറിഞ്ഞാ നമ്മളെ കൊല്ലും. അമ്മയുടെ വിചാരം നമ്മൾ വീട്ടിലേക്ക് ഉറങ്ങാൻ പോയിരിക്കാന്നാ. എന്നെ നമുക്ക് എടുത്ത് കുടിച്ചിട്ട് പോകാം. കുടിക്കുക. എനിക്ക് എനിക്ക് മതി, എനിക്ക് മതി, എനിക്ക് വേഗം വേഗം താ. എനിക്ക് എന്നാ ഈ മനം പോലെ മംഗല്യം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ?
അതാണ് ഇപ്പൊ നടന്നത്. കല്യാണാലോചനയായിട്ട് വരുന്ന ഒരുത്തരെയും പിടിക്കാതെ എത്ര കാലമാണ് ഇവളെന്നെ ബുദ്ധിമുട്ടിച്ചതെന്ന് അറിയാമോ? ഇതൊക്കെ ഒരു യോഗമാണ് കാരിച്ചനായരെ. ഈ കല്യാണത്തിന്റെ കാര്യത്തിൽ മാത്രം മുൻവിധികൾ ഒന്നും നടക്കില്ല. അത് ശങ്കരനായരുടെ കല്യാണം തന്നെ അതിന് തെളിവല്ലേ? നമ്മുടെ ശങ്കരൻ നായരെ നമ്മളിങ്ങനെ ഇരുന്ന് ബോറടിക്കുന്നത് ശരിയാ. ചേട്ടന് ഉറക്കം വരുന്നുണ്ടാവും. അവർക്ക് വല്ലതും സംസാരിക്കാൻ കാണില്ലേ? എവിടെ നമ്മുടെ അന്തർജനങ്ങള്? മോളെ, നിന്റെ കുട്ടികളെയൊന്നും ഇനി പാടില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ പെണ്ണാ. നല്ല അടക്കം ഒതുക്കമായിട്ടൊക്കെ കഴിയണേ. അവള് കൊച്ചുകുട്ടിയൊന്നുമില്ലല്ലോ, അല്ലേ രാധേ? ലക്ഷ്മിക്കുട്ടിയെ, മോളെ നമുക്ക് നാളെയും കാണാം. പോരെ? ഭാരതി, നേരം വൈകിക്കണ്ട, എനിക്കൊന്ന് കുളങ്ങര പോണം. പോയിട്ട് വരട്ടെ മോളെ. ബാബു ഇന്ന് ഞങ്ങളുടെ കൂടെ പോര്, നമുക്ക് അവിടെ കിടന്നുറങ്ങാം. അത് ശരിയാ. ഇന്ന് ഇവരെ രണ്ടുപേരെ ഒറ്റയ്ക്കാക്കുന്നത് നല്ലത്. അവിടെ കുട്ടികളൊക്കെ ആയിട്ട് തിരക്കായിരിക്കാം അവ. എനിക്കൊരല്പം ഒഴിഞ്ഞ സ്ഥലമാണ് ഇഷ്ടം. ഞാൻ ശങ്കരനായിട്ട് വീട്ടിൽ കിടന്നോളാം. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു വിരോധമില്ല. ഒരു കാര്യമുണ്ട്, അവിടെ നല്ല കാറ്റ് കിട്ടും. നല്ല കാറ്റ് കിട്ടും, പക്ഷെ ഭയങ്കര കൊതുവാ. വേണമെങ്കിൽ പോന്നോളൂ. കൊതുവൊന്നും ഇപ്പോഴില്ല. കൊതു ഉണ്ടായാൽ തന്നെ സാരമില്ല, ഒരു ദിവസത്തേക്കല്ലേ. ഒരു വിരോധമില്ല. പക്ഷേ ഈ മേശയും കസേരയൊക്കെ എടുത്ത് മാറ്റി ഒരു പായ വിരിച്ച് കൂടെ കിടക്കാവുന്നതേ ഉള്ളൂ. അവർക്കൊരു കൂട്ടുമായി. അത് വേണ്ട, ഞാൻ അവിടെ കിടന്നോളാം. മാത്രമല്ല, താനല്ലേ ഇപ്പൊ തന്നെ പറഞ്ഞത് ഇന്നവരെ തനിച്ചു വിടണം. ഭാരതി, എന്നാ ഈ ടോർച്ച് പിടിച്ച് മുമ്പിൽ നടന്നോ. അപ്പൊ രാത്രി യാത്രയില്ല. പോട്ടെ, വാ. അപ്പൊ ചേട്ടാ, ഞാൻ രാവിലെ എത്താം. ശരി മോളെ, പോയിട്ട് വരാം. ഓ, കൊച്ചുങ്ങൾ ഉറങ്ങി കാണും. വരൂ ലക്ഷ്മിട്ടി. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? ഏയ്, എന്താ ഇത്? ആദ്യ രാത്രി എന്ന് പറയുമ്പോ ചില ചടങ്ങുകളൊക്കെ ഇല്ലേ? എന്താ? ആദ്യം തന്നെ പാൽ നിറച്ച ഗ്ലാസുമായിട്ട് വേണം ഒരു നവവധു മണിയറിലേക്ക് വരാൻ. പെണ്ണിന്റെ വീട്ടിലാകുമ്പോ അമ്മായിയമ്മ ഇതൊക്കെ ചെയ്യിക്കാറുള്ളത്. ഞാൻ നിർബന്ധിച്ചിട്ടാണല്ലോ ആദ്യ രാത്രി ഇവിടെ ആക്കിയത്. അതുകൊണ്ട് ഞാൻ തന്നെ പാല് കാച്ചി അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. പോയി എടുത്തുകൊണ്ട് വന്നാൽ മതി. പാലവിടെ കാണാനില്ലല്ലോ. കാണാനില്ലെന്നോ? ഇങ്ങനെ ഒരു വഴിയില്ലല്ലോ. അവിടെ ഉണ്ടാവുന്നേ ഞാൻ വെച്ചതല്ലേ. ചിലപ്പോ ആ പിള്ളേരെടുത്ത് അടിച്ചാണ്. ഇപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ, അളിയന്മാരായി പോയില്ലേ. സാരല്ല, പാലൊന്നും വേണ്ടെന്നേ. അത് പറ്റില്ല. എനിക്ക് കാര്യത്തിൽ ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പഴയ ആചാരങ്ങളൊക്കെ മറക്കാൻ പറ്റുമോ? ഇത് കണ്ടോ അമൂൽ, തൽക്കാലം ഇത് ഞലിക്കാൻ മതി. നമ്മളല്ലേ അറിയൂ. പാല് എങ്ങനെയുണ്ട് ഈ അലങ്കാരങ്ങളൊക്കെ? എന്തിനാ ഇത്രയധികം പൂവൊക്കെ വാങ്ങി കിട്ടിയത്? എങ്കിലല്ലേ ആദ്യ രാത്രിക്ക് ഒരു സുഗന്ധം ഉണ്ടാവും. മുല്ലപ്പൂ കുറച്ചുകൂടെ സംഘടിപ്പിക്കണമെന്നുണ്ടായിരുന്നു, കിട്ടിയില്ല. സാരമില്ല. നിങ്ങൾ ആരാ അവിടെ ഇതിനകത്ത് വന്നിരിക്കാൻ? വിനയ, മോനെ വിനയ, വിനയൻ ഉറങ്ങിയോ? നമ്മുടെ കുട്ടികൾ ഇങ്ങ് വന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഞാൻ ഇവിടെ കിടത്തി ഉറക്കിയാലോ എന്ന് ആലോചിക്കായിരുന്നു. വേണ്ട വേണ്ട,
ഇങ്ങോട്ട് ഇറക്കി വിടി, ഞാൻ ഇറക്കിക്കോളാം. ഇവിടെ വാടാ, അവിടെ വാടാ, അവിടെ വാ, ഇങ്ങോട്ട് ഇറങ്ങി. ഇവിടെ പാടി പാടി ഇവിടെ. എടാ ഇവിടെ വരാൻ. ആ ഇന്ന പിടി, വിളക്ക് പിടിക്ക്. ഇനിയും കാണണമല്ലോ. എടി കിടുങ്ങാമണി. 1 2 3 4 ഇനിയും കാണണമല്ലോ വിനയ. ആ കരയുന്നോ? കൊന്നുകളയും ഞാൻ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ വിനയ. കഥ കടച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. കുട്ടികളും ഞാനും കൂടി പോയിക്കോളാം. നടക്കണം. നോക്കി നിൽക്കുന്നോ? ഉറങ്ങാൻ കണ്ട സ്ഥലം. ഇനി ആരെങ്കിലും ഉണ്ടോ നോക്കിയതാ. ഏതായാലും നിന്റെ അച്ഛനെ സമ്മതിച്ചിരിക്കുന്നു. നിന്നെയൊക്കെ മേച്ചോണ്ട് നടക്കണല്ലേ, ചില്ലറ പാടൊന്നുമില്ല. ആയിരിക്കട്ടെ. നമുക്ക് എത്ര കുഞ്ഞുങ്ങൾ വേണം? ഒരു 5-6 ആയിക്കോട്ടെ അല്ലേ? പിന്നെ ആദ്യ രാത്രിയിലെ ഒരു പാട്ടൊക്കെ വേണ്ടല്ലേ? എനിക്കറിയില്ല പാടാൻ. അറിയാമെങ്കിലും ഇപ്പൊ പാടില്ലെന്ന് എനിക്കറിയാം. ഏതായാലും നമുക്ക് ആ ചടങ്ങ് എത്തിക്കണ്ട. ഇപ്പോഴേ രണ്ടുപേർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. അയ്യോ അച്ഛാ, നീ ആ തോക്കോ, ഞാൻ വിളിച്ചോളാം. ഈ കുടിലാണോ നിന്റെ താമസം? അല്ല, അച്ഛനും അമ്മയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ. ബാബുവിനോട് നിന്നെയും കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അവനെയും കണ്ടില്ല, നിന്നെയും കണ്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. മിസ്സിസ് തമ്പിയുടെ മകളുടെ കല്യാണക്കാര്യം പറയാനല്ലേ? ബാബു പറഞ്ഞു വിവരങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു. അതെന്താടാ? അതെ, നീ വന്നേ. അച്ഛനും അമ്മയും ക്ഷമിക്കണം. ഇത് എന്റെ ഭാര്യയാ. അതെ, ഇതാണ് എന്റെ അച്ഛനും അമ്മയും. കല്യാണം കഴിക്കുന്നെങ്കിൽ അതൊരു നാടൻ പെൺകുട്ടിയായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. നിങ്ങളോട് ആലോചിച്ചാൽ അത് നടക്കില്ലെന്നറിയാം. അതെ, അച്ഛൻ്റെ അമ്മയുടെ കാര്യം നമസ്കരിക്കും. നീ ഇവിടെ വാ, ഒരു കാര്യം പറയാനുണ്ട്. ശകനകുട്ടി, കാര്യം എന്താണെന്ന് വെച്ചാൽ നീ വിചാരിച്ച കാറുണ്ട്. എന്നെ വിട്ട് അച്ഛൻ എനിക്ക് ഇറങ്ങുമെന്ന്. എന്റെ ഭാര്യയാണ്. നീ ഒരു ഗ്രാമസേവകൻ. എന്താ ഞാൻ എന്റെ കൊച്ചുകുട്ടിയെ പറ്റാണോ ഇത്? എന്നെ വിടാനാ പറഞ്ഞേ? ഒന്നും ചെയ്യരുത്. വിടാൻ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഒന്നും പറയാം, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇവിടെ വാ. എന്ത് കഷ്ടമാണ് അല്ല, ഒന്ന് പറയാൻ സമ്മതിക്കത്തില്ലല്ലോ. അച്ഛൻ വിടാനാ പറഞ്ഞേ. ഇങ്ങോട്ട് അമ്മേ, അച്ഛൻ എനിക്കൊരു സ്വാതന്ത്ര്യം ഇല്ലേ? ഞാൻ ഇപ്പൊ കല്യാണം കഴിച്ചു. ഇനിയിപ്പോ എന്തോ അല്ല, ഞാനൊരു കാര്യം പറയാമാവോ? കാര്യം പറയാനല്ല, കാർ ഓടിക്കാനാണ് നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അല്ല, കൊച്ചമ്മ സാറും പറഞ്ഞതുപോലെ ഇത് സമ്മതിച്ചു കൊടുത്താൽ നമ്മുടെ സ്റ്റാറ്റസ് തകരും. സമ്മതിച്ചില്ലെങ്കിൽ ബിൽ സാറിന്റെ മനസ്സും തകരും. ഇതിലേത് തകരുന്ന എളുപ്പം? ഇനി തകരുന്നത് തന്റെ തലയായിരിക്കും. പോടോ. ഒരു പെണ്ണിനെ കണ്ട തല നിമിർത്തി നടക്കാത്തവൻ അവൻ. എങ്ങനെ സംഭവിച്ചു? അല്ലോ, വിനയ് സാറിന് ഇത്ര ഉശിരുണ്ടെന്ന് എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഇനിയിപ്പോ ആ കുട്ടിയെ വീട്ടിൽ കയറ്റാണ്ടിരിക്കാൻ അമ്മയുടെ പരിപാടി. സാറിനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കണമെന്ന്. അതിനെ എന്നെ കിട്ടിയിട്ട് വേണ്ടേ? ഞാനും അത് തന്നെ പറയണത്. വിട്ടുകൊടുക്കരുത് സാറേ. പ്രായപൂർത്തിയായ മക്കളോട് മര്യാദ ഒക്കെ വേണ്ടേ? സാറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു കൊണ്ടല്ലോ. അമ്മയാണ് അച്ഛനാണെന്നും ഞാൻ നോക്കൂല. കൈവയ്ക്കും ഞാൻ. ഇവർക്കൊന്നും അത്ര മര്യാദ കൊടുത്തിട്ട് കാര്യമില്ല സാറേ. ഞാൻ ആ സമയത്തോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും വരില്ലായിരുന്നു. ഡാഡിയും മമ്മിയും വലിയ ബുദ്ധി ഉപയോഗിച്ചതാ
ഏതായാലും അവരുടെ മകനായ എനിക്കും ആ ബുദ്ധി കുറച്ച് കിട്ടുമല്ലോ. ചേച്ചി ധൈര്യമായിരിക്കും, ഞാൻ എല്ലാം ശരിയാക്കാം. വരൂ. എന്റെ ഗുരുവായൂരപ്പ, എന്താ ഇത്? ഇതാണ് വീട്. ശങ്കരനാരെ, നിങ്ങൾ പോയാ മതി, ഞാൻ പുറത്ത് എവിടെയെങ്കിലും ഇരുന്നോളാം. പേടിക്കാതിരിക്കെ, ഞാൻ പറഞ്ഞല്ലോ ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ട്, ഞാൻ മറന്നുപോകും. വല്ല വഴക്കോ ഒക്കാണോ വേണ്ടി വരുമോ? ചിലപ്പോ. അയ്യോ വഴക്കട ഞാൻ അങ്ങോട്ട് വാടോ. ഇതിലും ഭേദം വല്ല ധർമ്മക്കാരും പിടിച്ചോണ്ട് വന്നാൽ മതിയായിരുന്നു. തന്തയെന്നും പറഞ്ഞ് നടക്കണം. വരൂ. എന്റെ ഭഗവാനെ, ഇത്